ഓസ്ട്രേലിയക്കെതിരായ 4ാം T20 മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. 48 റൺസിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ തകർത്തത്. ബാറ്റിംഗ് നിര ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത മത്സരത്തിൽ ഇന്ത്യയുടെ ബൗളർമാർ വിജയശില്പികളായി മാറി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 8 വിക്കറ്റിന് 167 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയ 18.2 ഓവറിൽ 119 റൺസിന് ഓൾ ഔട്ടായി. ഇതോടെ 5 മത്സര T20 പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കമാണ് ലഭിച്ചത്. 1ാം വിക്കറ്റിൽ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് 56 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചു. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ അതിവേഗം റൺസ് ഉയർത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല. 21 പന്തിൽ 28 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് ആദ്യം പുറത്തായത്. 3 4ഉം 1 6ഉമാണ് അഭിഷേകിന്റെ സമ്പാദ്യം. 133.33 ആയിരുന്നു അഭിഷേകിന്റെ സ്ട്രൈക്ക് റേറ്റ്. 3ാം നമ്പറിൽ ശിവൻ ദുബെയാണ് കളിക്കാൻ ഇറങ്ങിയത്. തുടക്കത്തിൽ വിറച്ചെങ്കിലും ദുബെ പതിയെ താളം കണ്ടെത്തി. ഓരോ 6ഉം 4ഉം പറത്തിയെങ്കിലും 18 പന്തിൽ 22 റൺസ് നേടി ദുബെ മടങ്ങി. ഓപ്പണർ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ആയെങ്കിലും സ്ട്രൈക്ക് റേറ്റ് മോശമായിരുന്നു. 39 പന്തിൽ 46 റൺസാണ് ഗില്ല് നേടിയത്. 4 4ഉം 1 6ഉം പറത്തിയ ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് 117.95 ആയിരുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വെടിക്കെട്ട് കാമിയോ ഇന്നിംഗ്സ് ആണ് കാഴ്ചവെച്ചത്. 10 പന്തിൽ 2 സിക്സർ അടക്കം 20 റൺസ് എടുക്കാൻ സൂര്യക്ക് സാധിച്ചു. എന്നാൽ വലിയ സ്കോറിലേക്ക് ഉയരാനായില്ല. ഏഷ്യ കപ്പ് ഹീറോ തിലക് വർമ്മ വീണ്ടും നിരാശപ്പെടുത്തി. 6 പന്തിൽ 5 റൺസാണ് തിലകിന് നേടാനായത്. 3ാം മത്സരത്തിൽ സഞ്ജു സാംസന് പകരമെത്തി കസറിയ ജിതേഷ് ശർമ്മക്ക് 4ാം മത്സരത്തിൽ ഈ മികവ് ആവർത്തിക്കാനായില്ല. 4 പന്തിൽ 3 റൺസ് നേടി ജിതേഷ് പുറത്തായി. വാഷിംഗ്ടൺ സുന്ദറിനും വെടിക്കെട്ട് പ്രകടനം ആവർത്തിക്കാനായില്ല. 7 പന്തിൽ 12 റൺസ് എടുത്താണ് താരം മടങ്ങിയത്. അക്സർ പട്ടേൽ നിർണായകമായ പ്രകടനം പുറത്തെടുത്തു. 11 പന്തിൽ 21 റൺസ് എടുത്ത് അക്സർ പുറത്താകാതെ നിന്നു. ഓരോ 6ഉം 4ഉമാണ് അക്സർ പട്ടേൽ നേടിയത്. അർഷ്ദീപ് സിംഗ് അക്കൗണ്ട് തുറക്കാതെ മടങ്ങിയപ്പോൾ വരുൺ ചക്രവർത്തി 1 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഇതോടെ 20 ഓവറിൽ 8 വിക്കറ്റിന് 167 എന്ന ശരാശരി സ്കോറിൽ ഇന്ത്യ ഒതുങ്ങി. ഓസ്ട്രേലിയക്കായി നഥാൻ എല്ലിസും ആദം സാംബയും 3 വിക്കറ്റുകൾ വീതം നേടിയപ്പോൾ ബാർട്ട്ലെറ്റും സ്റ്റോയിനിസും ഓരോ വിക്കറ്റുകൾ പങ്കിട്ടു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയക്കും ഭേദപ്പെട്ട തുടക്കമാണ് ലഭിച്ചത്. 37 റൺസിന്റെ 1ാം വിക്കറ്റ് കൂട്ടുകെട്ട് സൃഷ്ടിച്ച ശേഷം മാത്യു ഷോട്ട് പുറത്തായി. 19 പന്തിൽ 2 വീതം 6ഉം 4ഉം അടക്കം 25 റൺസാണ് ഷോട്ട് നേടിയത്. അക്സർ പട്ടേൽ ഷോട്ടിനെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു. ജോഷ് ഇംഗ്ലീഷിന് കാര്യമായൊന്നും ചെയ്യാനായില്ല. 11 പന്തിൽ 12 റൺസാണ് ഇംഗ്ലീഷ് നേടിയത്. അക്സർ പട്ടേൽ ഇംഗ്ലീഷിനെ ക്ലീൻ ബൗൾഡ് ചെയ്തു. ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് 24 പന്തിൽ 30 റൺസ് എടുത്ത് മടങ്ങി. ശിവൻ ദുബെയാണ് മിച്ചൽ മാർഷിനെ വീഴ്ത്തിയത്. ടീം ഡേവിഡിനെയും ദുബെ പുറത്താക്കി. 9 പന്തിൽ ഓരോ 4ഉം 6ഉം പറത്തി ഡേവിഡ് വലിയ ഭീഷണി ഉയർത്തവേ സ്ലോ ഷോർട്ട് ബോൾ കെണിയിൽ വീഴുകയായിരുന്നു. 10 പന്തിൽ 10 റൺസ് എടുത്ത ജോഷ് ഫിലിപ്പിനെ അർഷ്ദീപ് സിംഗും പുറത്താക്കി. ഇതോടെ 98-ന് 5 എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയ തകർന്നു. എന്നാൽ 4 പന്തിൽ 2 റൺസ് എടുത്ത മാക്സ്വെല്ലിനെ വരുൺ ക്ലീൻ ബൗൾഡാക്കി. മാർക്കസ് സ്റ്റോയിനിസിനെ വാഷിംഗ്ടൺ സുന്ദറും പുറത്താക്കിയതോടെ ഇന്ത്യ വിജയം ഉറപ്പിച്ചു. സേവിയർ ബാർട്ട്ലെറ്റിനെ സുന്ദർ ഗോൾഡൻ ഡക്കാക്കി. ബെൻ ഡോർഷ്യൂസിനെ ബുംറ ക്ലീൻ ബൗൾഡാക്കിയപ്പോൾ ആദം സാംബയെ പുറത്താക്കി വാഷിംഗ്ടൺ സുന്ദറാണ് ഓസീസിന്റെ വാലറ്റത്തെ ഫിനിഷ് ചെയ്തത്. 18.2 ഓവറിൽ 119 റൺസിലാണ് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആയത്. ഇന്ത്യക്കായി വാഷിംഗ്ടൺ സുന്ദർ 3 വിക്കറ്റുകൾ നേടി. ശിവൻ ദുബെയും അക്ഷർ പട്ടേലും 2 വിക്കറ്റുകൾ പങ്കിട്ടപ്പോൾ അർഷ്ദീപും ബുംറയും വരുണും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി.